Hi all, welcome to English Disha. Question Quest Understanding the Exam Dynamics. നമ്മൾ PG എൻട്രൻസ് എക്സാമിൻ്റെ PYQs ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പഠിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണേ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ആൻസർ ഉണ്ട്. സംഭവം അത് നമ്മൾ ശരിയാണോ കറക്റ്റ് ആണോ അല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. കുറച്ച് ലോജിക് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടെല്ലിംഗ് ഈസ് എ വേ ഓഫ് ക്യാരക്ടറൈസേഷൻ ഇൻ വിച്ച് ദ ഓതർ ഇൻ്റർവീൻസ് ഇൻ ഓർഡർ ടു ഡിസ്ക്രൈബ് ആൻഡ് ഇവാലുവേറ്റ് ദ മോട്ടീവ്സ് ആൻഡ് ഡിസ്പൊസിഷൻ ഓഫ് ദ ക്യാരക്ടർ. നമ്മൾ വലിയ വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണുന്നേരം കൂടുതലും നമുക്ക് വായിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല, സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോകും. പക്ഷേ അത് സ്കിപ്പ് ചെയ്യാണ്ട് അത് വായിച്ച് കണ്ടുപിടിക്കുന്ന ആളാണ് ശരിക്കും ജീനിയസ് എന്ന് പറഞ്ഞാൽ. ഇത് കണ്ടാൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടാൽ നമുക്ക് സന്തോഷമാണ് വേണ്ടത്. കാരണം ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. ഫസ്റ്റ് എന്തോ ഒന്ന് ക്യാരക്ടറൈസേഷനെ കുറിച്ച്, ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് എന്തായാലും പറയുന്നത്. ഓതർ ക്യാരക്ടർ തമ്മിലുള്ള എന്തോ ഒരു റിലേഷൻ ആണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായി ഇതിലൂടെ. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഷോയിങ് ഇസ് എ വേ ഓഫ് ക്യാരക്ടറൈസേഷൻ ഇൻ വിച്ച് ദ ഓതർ മിയർലി പ്രസൻറ്റ്സ് ദ ക്യാരക്ടേഴ്സ് ടോക്കിംഗ് ആൻഡ് ഇന്ററാക്ടിങ്, ലീവിംഗ് ദ റീഡർ ടു ഡ്രോ ഹിസ് ഓർ ഹെർ ഓൺ ഇൻഫറൻസസ്. എന്താണ് ടെല്ലിംഗ്? ഓതർ ഒരു ക്യാരക്ടറിനെ ഡിറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഡിറക്റ്റ് ആയിട്ട് പറയാം ആ ക്യാരക്ടറിന്റെ മോട്ടീവ്സും ഓരോ മോട്ടിവേഷൻസും അതുപോലെ തന്നെ ക്യാരക്ടറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക ഡിറക്റ്റ് ആയിട്ട്. അതിനാണ് ടെല്ലിംഗ് എന്ന് പറയുന്നത് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇനി ഷോയിങ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ എന്താ പറയുക പ്രസന്റ് ചെയ്യുക. ക്യാരക്ടറിന്റെ ടോക്കിങ്ങും ഇന്ററാക്ഷനും ഒക്കെ പ്രസന്റ് ചെയ്യാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നു, പക്ഷെ അത് റീഡേഴ്സിന് ഇന്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ഓതർ. ഓക്കെ, കറക്റ്റ് മീനിങ് ഒന്നും ക്ലിയർ ആയിട്ട് കൊടുക്കുന്നില്ല, പക്ഷെ നമുക്ക് വായനക്കാർക്ക് ഇന്റർപ്രിറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് എഴുതിയെന്ന്. അപ്പൊ ഇത് തെറ്റാണോ ശരിയാണോ? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. എന്താണ് ടെല്ലിംഗ്, എന്താണ് ഷോയിങ്? ഓക്കെ, ഇൻ ടെല്ലിംഗ് ദ ഓതർ directly describes what a character is like, explaining their personality, motives or feelings. ടെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓതർ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ആളുടെ ഫീലിങ്സും ആളുടെ മോട്ടീവ്സും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് പറയാണ്. ഫോർ എക്സാമ്പിൾ, ലൂസി വാസ് ബ്രേവ് ആൻഡ് കൈൻഡ്. ലൂസി വാസ് ബ്രേവ് ആൻഡ് കൈൻഡ്. ലൂസി എന്ന് പറഞ്ഞ കുട്ടി ആള് ധൈര്യമുള്ള ഒരു കുട്ടിയാണ്, അതുപോലെ തന്നെ കൈൻഡ് ആണ്, നല്ല ദയുള്ള ഒരു കുട്ടിയാണ്. അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ് ആൾക്ക് ധൈര്യമുണ്ട്, ആൾക്ക് നല്ല ദയുള്ള ഒരു കുട്ടിയാണ് ലൂസി എന്ന് പറഞ്ഞു. ഇനി ഇൻ ഷോയിങ്ങിന് എന്താണ് വ്യത്യാസം വരുന്നത്? ദ ഓതർ ലെറ്റ്സ് ദ ക്യാരക്ടേഴ്സ് ആക്ഷൻ ആൻഡ് വേർഡ്സ് റിവീൽ ദെയർ പേഴ്സണാലിറ്റി. അതായത് അവരുടെ പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഓതർ പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനാണ്. ഇതൊക്കെ വായിക്കുക, എന്നിട്ട് നമ്മൾ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യുക. എന്താണ് ക്യാരക്ടർ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ ഓതർ ഈ ക്യാരക്ടറിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് സ്വയം റീഡേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി. ഇപ്പൊ എക്സാമ്പിൾ നോക്കൂ. ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ലൂസി വാസ് ബ്രേവ്, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ലൂസി വാസ് ബ്രേവ്, അതിന് പകരം ഷോയിങ്ങിൽ എങ്ങനെയാണ് ഓതർ ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലൂസി സ്റ്റെപ്ഡ് ഫോർവേഡ് ടു പ്രൊട്ടക്ട് ഹെർ ഫ്രണ്ട് ഈവൻ ദോ ഹെർ ഹാൻഡ്സ് വർ ഷേക്കിംഗ്. അപ്പം ലൂസിന്റെ ഒരു ഫ്രണ്ട് ഒരു അപകടത്തിൽ പെട്ട്, എന്നിട്ട് ശരിക്കും ലൂസി വിറയ്ക്കുന്നുണ്ട്, പേടിയുണ്ട്, പക്ഷെ ലൂസി അവളുടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഇതിൽ കൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലൂസി വാസ് ബ്രേവ്, ലൂസി ഒരു ധൈര്യമുള്ള കുട്ടിയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആർക്ക്? റീഡേഴ്സിന്. ഇത് ഡയറക്റ്റ് ആയിട്ട് ഷോയിങ്ങിൽ പറയുന്നില്ലല്ലോ. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ? നേരത്തെ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം ഇവിടെ ശരിയാണ്. അപ്പം ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഓർ കറക്റ്റ്. ഇതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 1, ദ റെഗുലർ ഓർ പിൻഡാരിക് ഓഡ് ഇസ് ഇംഗ്ലീഷ് ഇസ് എ ലോങ് ലിറിക് പോം ദാറ്റ് ഇസ് കാം, മെഡിറ്റേറ്റീവ് ആൻഡ് കൊളോക്കിയൽ ഇൻ നേച്ചർ. എന്താണ്
ഇറഗുലർ അല്ലെങ്കിൽ പിൻഡാരിക് ഓഡ്. ഓഡ് എന്ന് പറഞ്ഞാൽ ഒരു പോം, ലിറിക് പോ, ഒരു ഷോർട്ട് ലിറിക് പോത്തിനാണ് നമ്മൾ എന്ത് പറയുക, ഓഡ് എന്ന് പറയാം. മെയിനായിട്ട് ഒരാളെ പ്രൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു പ്ലേസിനോ ഒരു പേഴ്സണിനോ വേണ്ടി ട്രിബ്യൂട്ട് കൊടുക്കാനൊക്കെ അതിനാണ് ഓഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് പിൻഡാരിക് ഓഡ്, എന്താണ് ഹൊറേഷ്യൻ ഓഡ്? സ്റ്റേറ്റ്മെന്റ് 2 നോക്കൂ. ദ ഹൊറേഷ്യൻ ഓഡ് ഇസ് പാഷനേറ്റ്, വിഷണറി, ബോൾഡ്, ഫോമൽ ഇൻ ലാംഗ്വേജ്, യൂഷ്വലി റിട്ടേൺ ടു പ്രൈസ് ആൻഡ് ഗ്ലോറിഫൈ സംതിങ് സംവൺ. ഇതാണ്. അപ്പം നമുക്ക് പിൻഡാരിക് ഓഡ് എന്താണ്, ഹൊറേഷ്യൻ ഓഡ് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, പിൻഡാരിക് ഓഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ദിസ് ടൈപ്പ് ഓഫ് ഓഡ് ഇസ് ബിഗ്, ഫോമലാണ്, ഫാൻസി ആണ്, അതുപോലെ തന്നെ എന്തിനാണ് മെയിൻലി യൂസ് ടു സെലിബ്രേറ്റ് സം വൺ ഓർ സംതിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളെ അല്ലെങ്കിൽ ഒരു ഇവന്റ് നടന്നു അതിനൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ. ഓഫൺ വിത്ത് എ കോംപ്ലക്സ് സ്ട്രക്ചർ. എന്താണ് കോംപ്ലക്സ് സ്ട്രക്ചർ ആയിരിക്കും അതിൻ്റെ, വായിച്ചാലൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല, കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്. തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് എ ബിഗ് സ്പീച്ച് പ്രൈസിങ് എ ഹീറോ. ശരിക്കും അതെങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്പീച്ച്, ഒരു ഹീറോനെ പ്രൈസ് ചെയ്യുന്ന ഒരു വലിയ സ്പീച്ച്, അങ്ങനെയാണ് പിൻഡാരിക് ഓഡ് ഉണ്ടാവുക. കോംപ്ലക്സ് ആണേ. ഇനി ഹൊറേഷ്യൻ ഓഡ് എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് ഓഡ് ഇസ് കാം, തോട്ട്ഫുൾ, കാം ആയിട്ടുള്ള പക്ഷെ ഒരു ചിന്തിക്കാൻ പറ്റുന്ന ടൈപ്പ്, തോട്ട്ഫുൾ ആയിട്ടുള്ള. ഇറ്റ് ഹാസ് എ റെഗുലർ, ഈസി ടു ഫോളോ സ്ട്രക്ചർ. റെഗുലർ ആയിട്ട് നമ്മൾ യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഈസി ടു ഫോളോ സ്ട്രക്ചർ, നമുക്ക് ഒറ്റ റീഡിന് മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനമാണ് എന്ത്, ഹൊറേഷ്യൻ ഓഡ്. ഫീൽസ് പേഴ്സണൽ, ലൈക്ക് എ ക്വൈറ്റ് റിഫ്ലക്ഷൻ ഓൺ ലൈഫ് ഓർ നേച്ചർ. മെയിനായിട്ട് നേച്ചറിനെ കുറിച്ചും ലൈഫിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കൊടുക്കുന്നതാണ് എന്ത്, ഹൊറേഷ്യൻ ഓഡ്. സിമ്പിൾ സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ഇത് ശരിയാണോ? ഇവിടെ പറഞ്ഞത് കാമും മെഡിറ്റേറ്റീവ് എന്നാണ് പിൻഡാരിക് ഓഡിനെ കുറിച്ച് പറഞ്ഞത്. ശരിക്കും അല്ല, കാമും മെഡിറ്റേറ്റീവ് ഏതാണ്, ഹൊറേഷ്യൻ ഓഡാണ് അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണ്, രണ്ടും റോങ് ആണ്. അപ്പോൾ ആൻസർ വന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. ഇൻകറക്റ്റ് ആണ്, രണ്ടും ഇൻകറക്റ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ശരിക്കും ഇത് പിന്നെ എന്താണ് തിരിച്ചു മറിച്ചായിരുന്നു വേണ്ടത്, പക്ഷെ അവർ റോങ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് ഈസി ആണെന്ന് ഞാൻ പറഞ്ഞതാണ്. പല ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. കാരണം ഏതെങ്കിലും ഒന്നോ രണ്ടോ അറിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടി. പക്ഷെ ഇത് കുറച്ച് ടഫുള്ള, അധികം ആരും കേൾക്കാൻ വഴിയില്ലാത്ത കുറച്ച് ടേംസ് ആണിത്. യൂഫിമിസം, യൂഫണി, കെക്കോഫണി. ഇതെന്താണ്? ഇതിൻ്റെ മീൻസ് ഇതെന്താണ് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. പക്ഷെ അറിയാൻ ചാൻസ് ഇല്ല, നമുക്ക് പഠിക്കാം. എന്താണ് യൂഫിമിസം എന്ന് പറഞ്ഞാൽ? ഇസ് എ പൊളൈറ്റ് ഓർ മൈൽഡ് വേർഡ് ഓർ ഫ്രേസ് യൂസ്ഡ് ടു റിപ്ലേസ് എ ഹാർഷർ ഓർ മോർ ഡിറക്റ്റ് വൺ, ഓഫൺ ടു അവോയ്ഡ് ഡിസ്കംഫർട്ട്. ഫോർ എക്സാമ്പിൾ, അതായത് യൂഫിമിസം എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് നമ്മളിപ്പോൾ ഹാർഷായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു വേയിൽ കൂടെ പറയുന്നതാണ് എന്ത്, യൂഫിമിസം. നോക്കാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡൈഡ്, ഒരാൾ മരിച്ചു എന്ന് നമ്മൾ ഡൈഡ് എന്നാണ് പറയല്. അപ്പോൾ പെട്ടെന്ന് ഡൈഡ് എന്ന് കേട്ടാൽ നമുക്ക് ഒരു ടെൻഷനും ഒരു കംഫർട്ടബിൾ അല്ല ആ ഡൈഡ് എന്നുള്ള വേർഡിനെ കൊണ്ട്. അപ്പം നമ്മൾ അതിന് ഇൻസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് പാസ്ഡ് അവേ അല്ലേ. ഒരു എന്താ പറയുക, എന്നാൽ നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും പാസ്ഡ് അവേ എന്നൊക്കെ പറയുമ്പോൾ. ഇപ്പം ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ എടുത്താൽ മെയിനായിട്ട് ഡൈഡ് ഒന്നും കൊടുക്കില്ല, അവർ പാസ്ഡ് അവേ എന്നൊക്കെയാണ് കൊടുക്കുക. അങ്ങനെ ഹാഷ് വേർഡിന് പകരം ഒരു സിമ്പിൾ ആയിട്ടുള്ള, അതായത് സിമ്പിൾ ആയിട്ടുള്ള അല്ല, ലെസ് ഹാർഷർ ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വേർഡ് കൊടുക്കുന്നതാണ് എന്ത്, യൂഫിമിസം എന്ന് പറഞ്ഞാൽ. യൂഫ്യൂയിസം എന്ന് പറഞ്ഞാൽ ഇസ് എ ഹൈലി ഓർണേറ്റ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് മാർക്ക്ഡ് ബൈ ഇലോബറേറ്റ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ബാലൻസ് സെന്റൻസ് സ്ട്രക്ചേഴ്സ്, റിച്ച് അലിട്രേഷൻ, മെയിനായിട്ട് യൂസ്ഡ് ടു കൺവേ വിറ്റ് ആൻഡ് സോഫിസ്റ്റിക്കേഷൻ ആസ് സീൻ ഇൻ ദ വർക്ക്സ് ഓഫ് ജോൺ ലില്ലി ഇൻ ദ ലേറ്റ് 16th century. ജോൺ ലില്ലിൻ്റെ വർക്ക്സിലാണ് മെയിനായിട്ട് യൂഫ്യൂയിസം, അതായത് ഓർണേറ്റ് ആയിട്ടുള്ള സ്റ്റൈൽ, കുറച്ച് കൂടുതൽ സ്റ്റൈൽസും കാര്യങ്ങളും ഓർണമെൻറ്റേഷനൊക്കെ കൊടുത്ത്, മീൻസ് കുറേ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ കൊടുത്തിട്ട് അലിട്രേഷൻ ആഡ് ചെയ്ത് അങ്ങനെ എഴുതുന്ന ഒരു ഓർണേറ്റ് ടൈപ്പ് സംഭവമാണ് എന്ത്, യൂഫ്യൂയിസം എന്ന് പറഞ്ഞാൽ. യൂഫ്യൂയിസം മെയിനായിട്ട് ജോൺ ലില്ലിൻ്റെ വർക്ക്സിലായിന് കണ്ടുവന്നത് 16th century. ഓക്കെ, ഇനി യൂഫണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ക്വാളിറ്റി ഓഫ് ഹാവിങ് എ പ്ലീസിങ് ഹാർമണി സൗണ്ട്.
ഹാർമണിയസ് സൗണ്ട് ആയിരിക്കും, ഒരു പ്ലീസിങ് ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസ് അങ്ങനെ പറയുന്നതിനാണ് യൂഫണി എന്ന് പറയുന്നത്. ഓഫൺ അച്ചീവ്ഡ് ത്രൂ ദ യൂസ് ഓഫ് സോഫ്റ്റ് കോൺസണൻസ്, സോഫ്റ്റ് ആയിട്ടുള്ള കോൺസണൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വവൽ സൗണ്ട്സ് ഒക്കെ, സോഫ്റ്റ് ആയിട്ടുള്ള വവൽ സൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്ത് പറയുന്ന വേർഡ്സിനെ, സെന്റൻസിനെയാണ് നമ്മൾ യൂഫണി എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നോക്ക്, ദ ഫ്രേസസ് ലൈക്ക് ദ മെലോ മർമറിങ് ഓഫ് വിൻസ്, ഇതൊക്കെ കേൾക്കുന്ന നേരം ഭയങ്കര കാമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാർമോണിയസ് സൗണ്ട് ആണ് അല്ലേ. അതിനാണ് നമ്മൾ യൂഫണി എന്ന് പറയുന്നത്. ഇനി കെക്കോഫണി എന്ന് പറഞ്ഞാൽ എന്താണ്? refers to a harsh discordant mixtures of sound often characterized by jarring noise that can be unpleasant to hear, such as clanging of metal or blaring of horns in a busy city. കെക്കോഫണി എന്ന് പറഞ്ഞാൽ മെറ്റൽസ് തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു സൗണ്ട്, മെറ്റൽസ് മുറിക്കുന്നേരമൊക്കെ ഉണ്ടാവുന്ന ഒരു സൗണ്ട്, അല്ലെങ്കിൽ ക്ലാങ് ചെയ്യുന്നേരം കൂട്ടിമുട്ടുന്നേരമൊക്കെ ഉള്ളൊരു സൗണ്ട്. അതുപോലെ തന്നെ ഒരു ബിസി ആയിട്ടുള്ള സിറ്റിയിൽ, ഇപ്പോൾ ബാംഗ്ലൂർ പോലത്തെ സിറ്റീസിലൊക്കെ നമുക്ക് പോയാൽ ഫുള്ള് വണ്ടീൻ്റെ ഹോൺസ് ആയിരിക്കും കേൾക്കുക. ഹോൺസും കുറേ ആൾക്കാർ തിങ്ങി നിറഞ്ഞ സിറ്റിയാണ് അല്ലേ. അപ്പം ആ സൗണ്ടൊക്കെ കേൾക്കുന്നത്, അങ്ങനത്തെ ഹാർഡായിട്ടുള്ള സൗണ്ട്സിനാണ് നമ്മൾ കെക്കോഫണി എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യന് ഇങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇതിനോടുള്ളൊരു ഇഷ്ടം വരണം. മെയിനായിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കണ്ടാൽ നമുക്ക് അത് വായിച്ചു നോക്കാനുള്ള മൂഡ് ഉണ്ടാവില്ല, കാരണം കുറച്ച് വായിക്കാനുണ്ടാവില്ലേ 2 സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തന്നെ ആൻസറും കുറച്ച് ട്രിക്കി ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുക ചെയ്യുക, ഒരിക്കലും ഒഴിവാക്കരുത്. അതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൊടുക്കുന്നത്. ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല, കാരണം എന്തെങ്കിലും ഒരു കണക്ഷന് അതിലുണ്ടാകും. ആൻസർ അതിൽ തന്നെ, ആ സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ട് സംഭവം. മനസ്സിലായോ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഇവിടെ കൊടുത്ത് നോക്കൂ. ഇന്റൻഷണൽ ഫാലസി ഇസ് ദ എറർ ഓഫ് ഇന്റർപ്രറ്റിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് എ ലിറ്റററി വർക്ക് ബൈ റെഫറൻസ് ടു എവിഡൻസ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1. അപ്പം നമുക്ക് എന്തറിയണം? ഇന്റൻഷണൽ ഫാലസി എന്താന്ന് അറിയണം. അതുപോലെ തന്നെ പത്തറ്റിക് ഫാലസി ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് വിത്ത് ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ്. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നതാണ് പത്തറ്റിക് ഫാലസി എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? അപ്പം നമുക്ക് മെയിനായിട്ട് എന്തറിയണം? ഇന്റൻഷണൽ ഫാലസി എന്താണ്, പത്തറ്റിക് ഫാലസി എന്താണ് എന്ന് നമുക്കറിയണം. നോക്കാം ആൻസർ എന്താന്ന്. ഇന്റൻഷണൽ ഫാലസി എന്ന് പറഞ്ഞാൽ എന്താണ്? is the mistake of evaluating a work of art or literature based on the author's intended meaning rather than the work itself. Intentional fallacy എന്ന് പറഞ്ഞാൽ ഒരു വർക്കിനെ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? അതായത് ഓതർ എന്താണോ മീൻ ചെയ്യുന്നത്, ഓക്കെ, ഓതറിന്റെ ബേസിൽ നമ്മളൊരു വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ശരിക്കും ഒരു വർക്ക്, ഒരു ലിറ്ററേച്ചർ, മീൻസ് ഒരു മൂവി ഇപ്പം ഉണ്ടാക്കി, നമ്മളത് കാണുക ഒരു മൂവി. ശരിക്കും ആ മൂവിനെ മാത്രം ഇവാലുവേറ്റ് ചെയ്യാണ്ട് ശരിക്കും നമുക്ക് ആ മൂവിൻ്റെ ക്യാരക്ടേഴ്സും അങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അല്ലാണ്ട് ഈ ഡിറക്റ്റ് ചെയ്ത ആളെ, ആ ഡയറക്ടറിനെ അല്ലെ അവരെ ബ്ലെയിം ചെയ്യുക, ഈ മൂവിനെ മെയിനായിട്ട് അവരെ ബ്ലെയിം ചെയ്യുക, അവരെ പറ്റിയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെയല്ല നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. നമ്മൾ ഒരു വർക്കിനെ ആ വർക്ക് ഇറ്റ് സെൽഫ് ആയിട്ടാണ് എടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ അതിൻ്റെ ഓതർ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പം മൂവി ആണെങ്കിൽ അതിൻ്റെ ഡയറക്ടറെ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് ഇന്റൻഷണൽ ഫാലസി. ശരിക്കും അതൊരു മിസ്റ്റേക്കാണ്, ഇന്റൻഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു ഫാലസി എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക്. ശരിക്കും അത് ശരിയാണോ? അപ്പം ഈ നേരത്തെ പറഞ്ഞ ഇതപ്പം സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അതും ഇതും കറക്റ്റ് ആണോ നിങ്ങൾ നോക്കൂ കേട്ടോ. അപ്പൊ അത് എഫക്റ്റ്. ഇനി ഇന്റൻഷണൽ ഫാലസി ഉണ്ട്, എഫക്റ്റീവ്. ശരിക്കും എഫക്റ്റീവ് ഫാലസി ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് ഞാൻ കൊടുത്തതാണ്. എഫക്റ്റീവ് ഫാലസി, ഇന്റൻഷണൽ ഫാലസി അറിഞ്ഞാൽ എന്തായാലും അറിയണം എഫക്റ്റീവ് ഫാലസി എന്താണ്. എഫക്റ്റീവ് ഫാലസി എന്ന് പറഞ്ഞാൽ ഇസ് ദ എറർ ഓഫ് ജഡ്ജിങ് എ ലിറ്റററി വർക്ക് ബേസ്ഡ് ഓൺ ദി ഇമോഷണൽ റെസ്പോൺസസ് ഇറ്റ് ഇവോക്സ് ഇൻ റീഡേഴ്സ് റദർ ദാൻ ഫോക്കസിങ് ഓൺ വർക്ക് ഇറ്റ് സെൽഫ്. ഒരു ടെക്സ്റ്റിനെ അത് വെച്ച്, ആ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ്, അതായത് ഒരു ടെക്സ്റ്റിനെ അത് മാത്രമായിട്ട് അല്ലാതെ ഇപ്പം അതിൻ്റെ ഇമോഷണൽ റെസ്പോൺസ് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാം. അത് ആ ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കിയ ശരിക്കും ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു വർക്ക് വായിച്ചാൽ ഭയങ്കര, ഇപ്പൊ ആടുജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് വായിച്ചാൽ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. അപ്പോൾ ആ ഇമോഷൻസ് വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്നത്.
ശരിക്കും ആ ഇമോഷൻസ് അതിലുള്ള ഇമോഷൻസ് വെച്ചിട്ടാണോ നമ്മൾ ആ വർക്കിന് ജഡ്ജ് ചെയ്യേണ്ടത്? അല്ലല്ലോ. ആ വർക്ക് മൊത്തത്തിലെടുക്കുക, എന്നിട്ട് നോക്കുക, ആ ക്യാരക്ടർ നോക്കുക, ആ സ്റ്റോറി നോക്കുന്നു, അങ്ങനെയാണ് ശരിക്കും ജഡ്ജ് ചെയ്യേണ്ടത്. പക്ഷെ അതിന്റെ ഇമോഷൻസ് മാത്രം എടുത്തിട്ട് അതിന്റെ ആ ബുക്കിനെ ജഡ്ജ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ അതിനാണ് നമ്മൾ, അതൊരു ഫാലസിയാണ്, മിസ്റ്റേക്ക് ആണ് അല്ലേ? എഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്നത്. എഫക്റ്റീവ് ഫാലസി. അപ്പൊ ഇന്റൻഷണൽ ഫാലസിയും എഫക്റ്റീവ് ഫാലസിയും നമ്മൾ പഠിച്ച്, ഒന്ന് ഓതറിന്റെ ബേസിൽ ഒരു വർക്കിനെ ജഡ്ജ് ചെയ്യുന്നു, മറ്റേത് ഇമോഷന്റെ ബേസിൽ ഒരു വർക്കിനെ ജഡ്ജ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. ഇന്റൻഷണൽ ഫാലസിയും എഫക്റ്റീവ് ഫാലസിയും. ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് ഇത്. മെയിൻ ആയിട്ട് ഇപ്പം എന്താണ്, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിലേതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കും. നിർബന്ധം ഇത് നിങ്ങൾ പഠിക്കണം. എഫക്റ്റീവ് ഫാലസി എന്താണ്, ഇന്റൻഷണൽ ഫാലസി എന്താണ്. ഇനി ഇത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഈ രണ്ട് ടേംസ് ആരാണ് ചെയ്തത്? WK വിംസാറ്റും മോൺട്രോ സി ബേർഡ്സ്ലി, ഈ രണ്ട് റൈറ്റേഴ്സ് കൂടാണ് ഈ ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് പഠിക്കണേ, എന്തായാലും പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്, എന്തായാലും വരും, ഷുവർ ആണത്. അപ്പം ഈ രണ്ട് ക്രിട്ടിക്സ് ആണ് ഈ വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏതിലാണ്? ഇൻ ദെയർ എസ്സേ ദ ഇന്റൻഷണൽ ഫാലസി. അപ്പൊ എസ്സേന്റെ നെയിം എന്താണ്? ദ ഇന്റൻഷണൽ ഫാലസി, പബ്ലിഷ്ഡ് ഇൻ 1946. ഈ എസ്സേന്റെ നെയിം പഠിക്കുക. രണ്ട് ക്രിട്ടിക്സ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? രണ്ടാളാണ്, ഒരാളല്ല, രണ്ടാൾ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതുപോലെ തന്നെ പബ്ലിഷ്ഡ് ഡേറ്റ് പഠിക്കുക. ഇനി ആ ഇന്റൻഷണൽ ഫാലസി എന്താണ്, എഫക്റ്റീവ് ഫാലസി എന്താണ് പഠിക്കുക. അപ്പം ഇനി പറയുന്നത് എന്താണ് പത്തറ്റിക് ഫാലസി. This is a literary device where human emotions or attributes are attributed to nature or inanimate objects. Pathetic fallacy എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോൺ റസ്കിൻ ആണ്. ജോൺ റസ്കിൻ, അത് ആലോചിച്ച് വെക്കുക. ഇതിൽ കൊടുക്കാൻ എന്നോട് വിട്ടുപോയതാണ്. ജോൺ റസ്കിൻ. ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പം പത്തറ്റിക് ഫാലസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിറ്റററി ഡിവൈസ് ആണ്. അതായത് ഹ്യൂമൻ ഇമോഷൻസ് എന്തിന് കൊടുക്കുക? ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ഹ്യൂമൻ ഇമോഷൻസ് കൊടുക്കുക. ജീവനില്ലാത്ത വസ്തുക്കൾക്കോ അല്ലെങ്കിൽ നേച്ചറിനോ ഹ്യൂമൻ ഇമോഷൻസ് ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പത്തറ്റിക് ഫാലസി എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോമി സ്കൈ, നല്ല ഭയങ്കര കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോമി സ്കൈനെ നമ്മൾ ആംഗ്രി സ്കൈ എന്നൊക്കെ പറയും. ശരിക്കും ആംഗ്രി, ദേഷ്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമോഷൻ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ആംഗ്രി എന്ന് യൂസ് ചെയ്ത് എന്തിനാണ്? സ്റ്റോമി സ്കൈക്ക്, നല്ല കാറ്റ് വീശുന്ന ആ ഒരു അവസ്ഥക്ക് നമ്മൾ ആംഗ്രി എന്ന് യൂസ് ചെയ്ത്. മനസ്സിലായോ? അപ്പോൾ ഈ ഇതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 1 ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. സിമ്പിൾ. മാച്ച് ദ ഫോളോയിങ് വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. മാക്സിമം മാച്ച് ദ ഫോളോയിങ് വരട്ടെ എന്ന് എന്താണ് പ്രാർത്ഥിക്കുക. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് വന്നാൽ അതിലേതെങ്കിലും, ഞാൻ എപ്പോഴും പറയുന്നതാണത്, അതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അറിഞ്ഞാൽ ഇതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് വേഗം കിട്ടും. അപ്പൊ ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ലിറിക് എന്താണ്? ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ലിറിക് എന്താണ്? ട്രാജഡി എന്താണ്? കോമഡി എന്താണ്? സറ്റയർ എന്താണ്? ഇതൊക്കെ അറിയുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിറിക് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കോ? A4. ലിറിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഷോർട്ട് പോം. അത് നമുക്കറിയാം. ലിറിക്സ് എന്ന് മെയിൻ ആയിട്ട് നമ്മൾ എന്തിനാണ് പറയുന്നത്? ഷോർട്ട് പോം ആണ്. ഹാവിങ് എ സിംഗിൾ സ്പീക്കർ, ഒരു സിംഗിൾ സ്പീക്കർ ആയിരിക്കും. അതുപോലെ തന്നെ ഷോർട്ട് പോം ആയിരിക്കും. ഹു എക്സ്പ്രസസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓർ തോട്ട് ഓഫ് പെർസെപ്ഷൻ. എന്താണ് മെയിൻ ആയിട്ട് അതിൽ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ നമ്മുടെ തോട്ട്, അല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻ. ഷോർട്ട് പോം എന്ന് ആലോചിച്ച് വെക്കാം ലിറിക്. ഇനി എന്താണ് ട്രാജഡി? ട്രാജഡി അവിടെ നിൽക്കട്ടെ. കോമഡി എടുക്കുന്നു. ഓപ്ഷൻ സി എടുക്കുന്നു. കോമഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമഡി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക, ആൾക്കാരെ അമ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കോമഡിന്റെ ഡ്യൂട്ടി. അപ്പൊ കോമഡി ഇതിൽ ഏത് ഓപ്ഷനാണ്? തേർഡ് ഓപ്ഷൻ ആണ് കോമഡി. കോമഡിന്റെ ഡെഫിനിഷൻ വരുന്നത് എ ഫിക്ഷണൽ വർക്ക് ഇൻ വിച്ച് മെറ്റീരിയൽസ് ആർ സെലക്ടഡ് ആൻഡ് മാനേജ്ഡ് ഇൻ ഓർഡർ ടു ഇൻട്രസ്റ്റ്. ആൾക്കാരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് റീഡേഴ്സിനെ അമ്യൂസ് ചെയ്യുന്നു, വായിക്കുന്ന റീഡേഴ്സിനെ ചിരിക്കുക, എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കോമഡിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. അപ്പൊ കോമഡി എന്താന്ന് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ലിറിക്കും കിട്ടി. A4ഉം C3യും. A4ഉം C3യും വരുന്ന ഓപ്ഷൻ നമ്മൾ കുടുങ്ങിട്ടോ. അല്ല,
ഒറ്റ ഓപ്ഷൻ ആണുള്ളൂ. A4ഉം C3യും വരുന്ന ഓപ്ഷൻ 2 ആണുള്ളൂ. A4ഉം C3യും. അപ്പൊ ലിറിക്കും കോമഡി എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയേണ്ട സാധനമാണ്. അറിയാണ്ട് എക്സാമിന് പോകണ്ട. ലിറിക് എന്താ, കോമഡി എന്താ, ട്രാജഡി എന്താ ഒന്നും അറിയാണ്ട് എക്സാമിന് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി നമുക്ക് അറിയാനുള്ളത് ബാക്കി ഓപ്ഷൻ തന്നെ കിട്ടി. A4ഉം C3യും നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട്. ദെൻ B1ഉം D2 ആണ്. ട്രാജഡി 1 ആണ്. ട്രാജഡി എന്താണ്? എ ഡ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് സീരിയസ് ആക്ഷൻ. സീരിയസ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് മെയിൻ ആയിട്ട്. അതിൽ കോമഡി അമ്യൂസ്മെന്റ് ഒന്നും ഇല്ല. റീഡേഴ്സിനെ ചിരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല. ഇത് സീരിയസ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. വിച്ച് റിസൾട്ട്സ് ഇൻ എ ഫേറ്റൽ കൺക്ലൂഷൻ ഫോർ ദ പ്രൊട്ടഗോണിസ്റ്റ്. മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിന് എന്ത് സംഭവിക്കും? ഫേറ്റൽ കൺക്ലൂഷൻ. ഒന്നെങ്കിൽ മാസീവ് ഡിസ്ട്രക്ഷൻ, നാശമായിരിക്കും, അല്ലെങ്കിൽ ഡെത്ത്. പ്രൊട്ടഗോണിസ്റ്റ് മരിക്കുന്നതായിരിക്കും അതിന്റെ എന്ത് കൺക്ലൂഷൻ ഉണ്ടാവുക ട്രാജഡിന്റെ. അപ്പൊ ട്രാജഡി എന്താന്ന് കിട്ടിയല്ലോ. ഇത് നമുക്ക് അറിയേണ്ടത് സറ്റയർ എന്താണെന്നാണ്. സറ്റയർ എന്ന് പറഞ്ഞാൽ ദ ആർട്ട് ഓഫ് മേക്കിംഗ് എ സബ്ജക്ട് റിഡിക്യുലസ്. ഒരു സബ്ജക്റ്റിനെ നമ്മൾ പരിഹാസത്തോടെ റിഡിക്യുലസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ആൻഡ് അതായത് കണ്ടംപ്ലേറ്റബിൾ, പരിഹാസത്തോടെ മോക്കിംഗ് ആയിട്ട് ചെയ്യുന്നതാണ് എന്ത്? സറ്റയർ. ദെൻ നമുക്കൊരു ചിന്തിപ്പിക്കും പരിഹാസത്തോടെ തന്നെ. ഇപ്പോൾ പൊളിറ്റിക്കൽ, അന്നത്തെ ക്ലാസ് സിസ്റ്റത്തിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയോളജീസിനെ കുറിച്ചായിരിക്കാം. അതിനൊക്കെ കുറിച്ച് പരിഹാസത്തോടെ പറയും. അതുപോലെ തന്നെ റീഡേഴ്സിനെ കണ്ടംപ്ലേറ്റബിൾ എന്ന് പറഞ്ഞാൽ ചിന്തിപ്പിക്കും ആ സറ്റയർ മെയിൻ ആയിട്ട് ഈ ജോൺറ. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി ലിറിക് എന്താ, ട്രാജഡി എന്താ, കോമഡി എന്താ, സറ്റയർ എന്താ നമുക്ക് കിട്ടി. ആൻസർ 2 ആണ്. ഓപ്ഷൻ 2 ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ 2. ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യാനൊന്നുമില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് രക്ഷപ്പെട്ടല്ലേ? മാച്ച് ദ ഫോളോയിങ് അല്ലേ? അപ്പൊ നോക്കാം. ദ റിച്ച്ഡ് ഓഫ് ദ എർത്ത്, ഓറിയന്റലിസം, മാസ്ക്സ് ഓഫ് കോൺക്വസ്റ്റ്, ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്, ആഫ്രിക്ക ഇൻ ദ ഫിലോസഫി ഓഫ് കൾച്ചർ. എനിക്ക് തോന്നുന്നത് നമ്മൾ പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിച്ചതാണ് ഓറിയന്റലിസം. എന്താണ് ഓറിയന്റലിസം? ആരാണ് ഓറിയന്റലിസം എഴുതിയത്? അപ്പൊ ഓറിയന്റലിസം എഴുതിയത് ആരാണ്? എഡ്വാർഡ് സീഡ് ആണ്. എഡ്വാർഡ് സീഡ്. അപ്പൊ B3 എന്ന് കിട്ടി. B3 വരുന്ന ഓപ്ഷൻ ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പൊ അതിൽ ഒന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പോകണം. ഇനി നമുക്ക് ദ റിച്ച്ഡ് ഓഫ് ദ എർത്ത് ആണ് നമുക്ക് കേട്ട് പരിചയമുള്ള വർക്ക്. ദ റിച്ച്ഡ് ഓഫ് ദ എർത്ത് ആരാണ് എഴുതിയത്? ഫ്രാൻസ് ഫാനൺ ആണ് ദ റിച്ച്ഡ് ഓഫ് ദ എർത്ത് എഴുതിയത്. അപ്പം A4 എന്ന് കിട്ടി, B3 എന്ന് കിട്ടി. A4ഉം B3യും 2 ഓപ്ഷൻ നമ്മളെ കുടുക്കി. എന്നിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പോക്കാനായില്ല. അപ്പോൾ അടുത്ത വർക്ക്സ് നോക്കാം. മാസ്ക്സ് ഓഫ് കോൺക്വസ്റ്റ് ആരാ എഴുതിയത്? ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്, ആഫ്രിക്ക ഇൻ ദ ഫിലോസഫി ആരാ എഴുതിയത് നോക്കാം. ഓക്കെ, മാസ്ക്സ് ഓഫ് കോൺക്വസ്റ്റ് ഇത് ഗൗരി വിശ്വനാഥനാണ് 1989 പബ്ലിഷ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് വേണമെങ്കിൽ ഇതൊക്കെ അവരുടെ ഇൻട്രസ്റ്റ്, ഇത് PYQs ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏരിയാസ് ഒക്കെ അവരുടെ ഇൻട്രസ്റ്റഡ് ഏരിയാസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വരാൻ ചാൻസ് ഉള്ളത് മാസ്ക് ഓഫ് കോൺക്വസ്റ്റ് ഏത് ഇയർ ആണ് പബ്ലിഷ് ചെയ്തത് എന്നായിരിക്കാം. അപ്പൊ ഏത് ഇയർ ആണ്? 1989 ആണ്. ഓറിയന്റലിസം നമ്മൾ പറഞ്ഞു എഡ്വാർഡ് സീഡ് ആണ്, 1978 പബ്ലിഷ് ചെയ്തതാണ്. ദ റിച്ച്ഡ് ഓഫ് ദ എർത്ത് ഫ്രാൻസ് ഫാനൺ ആണ്, 1961 പബ്ലിഷ് ചെയ്തത്. ദെൻ ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്, ആഫ്രിക്ക ഇൻ ദ ഫിലോസഫി ഓഫ് കൾച്ചർ, ക്വാമെ ആന്റണി അപ്യ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എഴുതിയത്. 1992 പബ്ലിഷ് ചെയ്തത് വർക്ക്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 4. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിൽ 2 വർക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്, മസ്റ്റാണ്. എന്തായാലും ഇത് അറിയാതെ നിങ്ങൾ പോകണ്ട. ഏത് വർക്ക്സ് ആണ്? നിങ്ങൾ തന്നെ വായിച്ചു നോക്കൂ. ഫസ്റ്റത്തെ വർക്ക് ദ സ്കൂൾ ഓഫ് അബ്യൂസ്, നമ്മൾ പഠിച്ചതാണിത്. ലിറ്റററി ക്രിറ്റിസിസം 4th സെമ്മിൽ, എനിക്ക് തോന്നുന്നു 4th സെമ്മിലാണ് ലിറ്റററി ക്രിറ്റിസിസം ഉള്ളത്. അതിൽ നമ്മൾ പഠിച്ചതാണ് എന്ത്? ദ സ്കൂൾ ഓഫ് അബ്യൂസ്. ദ സ്കൂൾ ഓഫ് അബ്യൂസ് ആരാണ് എഴുതിയത്? നിങ്ങൾ തന്നെ പറ. അത് എഴുതിയത് സ്റ്റീഫൻ ഗോസൺ ആണ്. സ്റ്റീഫൻ ഗോസൺ. ആൻ അപ്പോളജി ഫോർ പോയിട്രി ആരാണ് എഴുതിയത്? ഫിലിപ്പ് സിഡ്നി ആണല്ലേ. അപ്പം ഇത് രണ്ടും തമ്മിൽ ഒരു കണക്ഷൻ ഒക്കെ ഉണ്ട്. ദ സ്കൂൾ ഓഫ് അബ്യൂസും ആൻ അപ്പോളജി ഫോർ പോയിട്രി, ഇത് രണ്ടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, നമ്മൾ പറയും. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ ആണ് ശരിയാണെന്ന് നോക്കാം. സ്കൂൾ ഓഫ് അബ്യൂസ് എഴുതിയത് A2ഉം പിന്നെ ആൻ അപ്പോളജി B3യും. A2ഉം B3യും വരുന്ന ഓപ്ഷൻ 2 എണ്ണം ഉണ്ട് മക്കളെ, പറ്റിച്ച്.
അപ്പൊ ഇതിലൊന്ന് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് പോക്കണം. എന്താ ചെയ്യുക പറ. എ ഡിഫൻസ് ഓഫ് റൈം ആരാന്ന് എഴുതിയെ നോക്കാം. ഒന്നും അറിയില്ലെങ്കിൽ അങ്ങ് കറിക്കുത്തിയേക്ക്, സാരമില്ല. ഏതെങ്കിലും ഒരു ഓപ്ഷന് ശരിയാവാനുള്ള ചാൻസ് 50-50 ആണ്. അപ്പോൾ ഒന്നും നമ്മൾ ഒഴിച്ചിടരുത്. കിട്ടും തോന്നിയതൊക്കെ ചെയ്യണം, എന്തായാലും ചെയ്യണം. തീരെ അറിയാത്തത് നെഗറ്റീവ് മാർക്സ് ഉണ്ടെങ്കിൽ ഒഴിച്ചിടാം, തീരെ അറിയില്ലെങ്കിൽ. പക്ഷെ ഇപ്പൊ രണ്ട് വർക്കൊക്കെ ഇതിൽ അറിയാന്ന് പറഞ്ഞാൽ ഒഴിച്ചിടാൻ പാടില്ല, കാരണം 50-50 ചാൻസ് ആണ് നമുക്കുള്ളത്. അപ്പം ഇതിന്റെ ആൻസർ നോക്കാം നമുക്ക്. സ്റ്റീഫൻ ഗോസൻസ് സ്കൂൾ ഓഫ് അബ്യൂസ് 1579 ഡെഡിക്കേറ്റഡ് ടു സിഡ്നി. സിഡ്നിക്ക് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ആ സ്കൂൾ ഓഫ് അബ്യൂസ് ഡെഡിക്കേറ്റ് ചെയ്തതിനാണ് സിഡ്നി ഏത് വർക്ക് ചെയ്തത്? ഡിഫൻസ് ഓഫ് പോയട്രി. അതിന് തന്നെയാണ് നമ്മൾ ആൻ അപ്പോളജി ഫോർ പോയട്രി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് നെയിം ഉണ്ട്, അത് ആലോചിച്ച് വെക്കുക. പബ്ലിഷ്ഡ് ഇൻ 1595. സ്കൂൾ ഓഫ് അബ്യൂസിനെതിരെ ഒരു റിപ്ലൈ ആയിട്ടാണ് എന്ത് എഴുതിയത്? ഡിഫൻസ് ഓഫ് പോയട്രി ഓർ ആൻ അപ്പോളജി ഫോർ പോയട്രി, അത് എഴുതിയത്. ദെൻ നമുക്ക് എ ഡിഫൻസ് ഓഫ് റൈം എഴുതിയത് ആരാണ്? സാമുവൽ ഡാനിയൽ ആണ്, 1603. അപ്പം ഡി, അതായത് എ ഡിഫൻസ് ഓഫ് റൈം, ആ ഡി ഡാനിയൽ, അങ്ങനെ അങ്ങാനും കോഡ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാം. അപ്പൊ എ ഡിഫൻസ് ഓഫ് റൈം എഴുതിയത് സാമുവൽ ഡാനിയൽ ആണ്. അത് വായിച്ചു നോക്കാം. ബാക്കി ഞാൻ കൊടുത്തതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ദെൻ ദ ആർട്ട് ഓഫ് റെട്ടറിക് എഴുതിയത് ആരാണ്? 1560 ബുക്ക് ബൈ തോമസ് വിൽസൺ. ദ ആർട്ട് ഓഫ് റെട്ടറിക് ആരാണ് എഴുതിയത്? തോമസ് വിൽസൺ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. അടുത്തത് ലോഞ്ചിനസിനെ കുറിച്ചാണ്. ലോഞ്ചിനസിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്, ഡിഗ്രിക്ക് പഠിച്ചതാണ് അല്ലേ? ലിറ്റററി ക്രിറ്റിസിസത്തില് ലോഞ്ചിനസിന്റെ ക്രിറ്റിസിസം ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 നോക്കൂ. ഗ്രേറ്റ് ലിറ്ററേച്ചർ അക്കോർഡിംഗ് ടു ലോഞ്ചിനസ് പ്ലീസസ് ദ റീഡർ. ഒരു ഗ്രേറ്റ് ലിറ്ററേച്ചറിന്റെ എന്താണ് ഒരു ഗ്രേറ്റ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ? ലോഞ്ചിനസിന്റെ പെർസ്പെക്റ്റീവിൽ എന്താണ് ഒരു ഗ്രേറ്റ് ലിറ്ററേച്ചർ? അത് ആൾക്കാരെ സന്തോഷിപ്പിക്കാനാണോ? ഓർ സ്റ്റേറ്റ്മെന്റ് 2 നോക്കൂ. ഗ്രേറ്റ് ലിറ്ററേച്ചർ അക്കോർഡിംഗ് ടു ലോഞ്ചിനസ് ട്രാൻസ്പോർട്ട്സ് ദ റീഡർ. സന്തോഷിപ്പിക്കാനാണോ, അല്ലെങ്കിൽ ഒരു റീഡറിനെ ട്രാൻസ്പോർട്ട്, ഒരു ലീഡറിനെ എലവേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുക, വേറൊരു വേൾഡിലേക്ക് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അതാണോ ലിറ്ററേച്ചറിന്റെ മീനിങ്? ആരുടെ പെർസ്പെക്റ്റീവില് ലോഞ്ചിനസ് എന്താണ് ഗ്രേറ്റ് ലിറ്ററേച്ചറിനെ കുറിച്ച് പറഞ്ഞത്? നോക്കാം നമുക്ക് എന്താ പറഞ്ഞത്. ഓൺ ദ സബ്ലൈം ബുക്ക് ബൈ കേഷ്യസ് ലോൺ. ഓൺ ദ സബ്ലൈം എന്ന് പറഞ്ഞ ബുക്കിലാണ് മെയിനായിട്ട് ഇതൊക്കെ പറഞ്ഞത്. ഓക്കെ, ലോഞ്ചിനസ് ബിലീവ്ഡ് ദാറ്റ് ഗ്രേറ്റ് റൈറ്റിംഗ് ഷുഡ് നോട്ട് പെർഷ്യൂഡ് ബട്ട് റേദർ ടേക്ക് ദ റീഡർ ഔട്ട് ഓഫ് ദംസെൽസ്. അപ്പം ട്രാൻസ്പോർട്ട് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് 2 ഓർമ്മ ഉണ്ടോ പറഞ്ഞത്? ഓക്കെ, അപ്പം ഗ്രേറ്റ് ലിറ്ററേച്ചർ എന്താണ്? ടേക്ക് റീഡർ ഔട്ട് ഓഫ് ദംസെൽസ്. അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ റീഡറിനെ എടുത്ത് ഏതോ ഒരു വേൾഡിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്ത് ഗ്രേറ്റ് ലിറ്ററേച്ചറിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. ആര് പറഞ്ഞതാണ്? ലോഞ്ചിനസ് പറഞ്ഞതാണ് ഇത്. ഇനി എന്താണ് സബ്ലിമിറ്റി നോക്കാം. എന്താണ് സബ്ലിമിറ്റി എന്ന് പറഞ്ഞാൽ? സബ്ലിമിറ്റി ഈസ് ദ quality in writing that feels grand and powerful, leaving the reader in awe and deeply moved. It makes the writing feel impressive, inspiring and larger than life. അതായത് ഒരു റൈറ്റിങ്ങിന്റെ ഒരു ക്വാളിറ്റി, ഒരു പവർഫുൾ ആയിട്ടുള്ള, ഫീൽസ് ഗ്രാൻഡ്, ഒരു റീഡറിനൊക്കെ ഇലവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആ തരത്തിലുള്ള ഒരു റൈറ്റിങ്ങിനെ ആണ് നമ്മൾ എന്ത് പറയാ? സബ്ലിമിറ്റി. മെയിൻ ആയിട്ട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഫീലിംഗ്, ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഒക്കെ കിട്ടുന്ന ഒരു വർക്ക്. ഓക്കെ, സബ്ലിമിറ്റി എന്താന്ന് പറഞ്ഞു. ഇനി ലോഞ്ചിനസ് ഐഡന്റിഫൈഡ് 5 സോഴ്സസ് ഓഫ് ദ സബ്ലൈം. ഈ സബ്ലൈം കിട്ടണമെങ്കിൽ അതിനൊരു 5 സോഴ്സസ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ സബ്ലിമിറ്റിയിൽ? ഒരു വർക്ക് ആ സബ്ലിമിറ്റിയിൽ എത്തണമെങ്കിൽ 5 സോഴ്സസ് വേണം. അത് ഏതൊക്കെയാണ് 5 സോഴ്സസ് നോക്കാം. ഫസ്റ്റത്തെ ഗ്രാൻഡർ ഓഫ് തോട്ട്, capacity for strong emotion, appropriate use of figures of speech, nobility of diction, dignity of composition. ഇനി വേണമെങ്കിൽ ഈ 5 തന്നിട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് 4 തന്നിട്ട് 5ാമത്തെ ഓപ്ഷൻ ഏതാന്ന് ചൂസ് ചെയ്യാൻ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ഇത് തെറ്റിച്ച് കൊടുക്കാം, വേറെ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതിൽ ലോഞ്ചിനസ് പറയാത്തത് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതെന്തായാലും പഠിക്കണം. 5 സോഴ്സസ് ഓഫ് സബ്ലൈം എല്ലാവരും പഠിക്കണം, നിർബന്ധമാണ്. അപ്പം പറഞ്ഞു വന്ന ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ 3 ആണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. ഓക്കെ, നോക്കാം.
A short view of the profaneness and immortality of the English stage by Collier was published in ഇതൊരു വർക്കാണ്. കോളിയർ ഓതർ. ഈ വർക്ക് ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തത്? ഏത് ഇയറിലാണ്? ഓക്കെ. A short view of the immortality and profaneness of the English stage 1698 പബ്ലിഷ് ചെയ്തത് 1698ലാണ്. ആരാണ് പബ്ലിഷ് ചെയ്തത്? ജെറമി കോളിയർ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. ഇതിൽ മെയിൻ ആയിട്ട് ഈ വർക്കില് അല്ല നോക്കാം. ജെറമി കോളിയർ എന്ന് പറഞ്ഞ ആള് ജനിച്ചത് 1650ലാണ്. ഒരു ഇംഗ്ലീഷ് ബിഷപ്പായിരുന്നു. ഈ വർക്കിൽ മെയിൻ ആയിട്ട് അറ്റാക്സ് വില്യം വിച്ചേർലി, ജോൺ ഡ്രൈഡൻ, വില്യം കോൺക്രീവ്, ജോൺ വാൻബ്രൂ, തോമസ് ഡി ഓർഫി, സെൻസറിങ് ദം ഫോർ ഇൻഡീസൻസി, ഫോർ പ്രൊഫൈൻ ലാംഗ്വേജ്, ഫോർ അബ്യൂസിങ് ദ ക്ലർജി. അവരൊക്കെ ഈ ആള് പറയുന്നത് ഈ ഇമോർട്ടലിറ്റി പ്രൊഫൈനസ് ഓഫ് ദ ഇംഗ്ലീഷ് സ്റ്റേജിൽ ജെറമി കോളിയർ പറയുന്നത് ഈ ഡ്രൈഡനും വില്യം കോൺക്രീവും ജോൺ വാൻബ്രൂ ഒക്കെ ക്ലർജീസിനൊക്കെ എന്താ പറയാ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ അവര് ഇൻഡീസെന്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് അവരുടെ വർക്ക്സ് എഴുതിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അവരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് എഴുതിയ ഒരു വർക്കാണ് ഇത്. ഓക്കെ, അത്രമാത്രം ആലോചിച്ച് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് സെക്കൻഡറി ഇമാജിനേഷൻ അക്കോർഡിംഗ് ടു കോളറിഡ്ജ് ഇസ് എസംപ്ലാസ്റ്റിക്. സെക്കൻഡറി ഇമാജിനേഷൻ അക്കോർഡിംഗ് ടു കോളറിഡ്ജ് ഇസ് എസംപ്ലാസ്റ്റിക്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കൂ. ഫാൻസി ആൻഡ് ഇമാജിനേഷൻ അക്കോർഡിംഗ് ടു കോളറിഡ്ജ് ഡിഫർ ഇൻ കൈൻഡ് ആൻഡ് നോട്ട് ഇൻ ഡിഗ്രി. അപ്പം നമുക്ക് അറിയേണ്ടത്, നമ്മൾ പഠിച്ചതാണ് ഇതൊക്കെ ക്രിറ്റിസത്തിൽ. എന്ത് കോളറിഡ്ജിന്റെ ഫാൻസി ഇമാജിനേഷനൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നല്ലേ. അതൊക്കെ ഓർമ്മ ഉണ്ടോ എന്താണ് നോക്കാം നമുക്ക്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, എന്താണ് നോക്കാം. കോളറിഡ്ജ് ഡിസ്കസസ് ദിസ് ഐഡിയാസ് ഇൻ ഹിസ് ബുക്ക്. ഏത് ബുക്കിലാണ് ഈ ഐഡിയാസ് ഒക്കെ പറയുന്നത്? ഫാൻസി ഇമാജിനേഷൻ ഇതൊക്കെ ഏത് ബുക്കിലാണ്? ബയോഗ്രഫിയ ലിറ്റററിയ. അപ്പം മനസ്സിലായോ എവിടാണ് നമ്മൾ പഠിച്ചത് നോക്കാം. പബ്ലിഷ്ഡ് ഇൻ 1817 പബ്ലിഷ് ചെയ്ത ബയോഗ്രഫിയ ലിറ്റററിയ എന്ന് പറഞ്ഞ വർക്കിലാണ് ഇതൊക്കെ പറയുന്നത്. ഇൻ ദിസ് വർക്ക് ഹി എക്സ്പ്ലോർസ് ഹിസ് തിയറീസ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ഫാൻസി ആസ് വെൽ ആസ് ഹിസ് വ്യൂസ് ഓൺ പോയട്രി, ഫിലോസഫി ആൻഡ് ലിറ്റററി ക്രിറ്റിസിസം. ഫാൻസിനെ കുറിച്ചും ഇമാജിനേഷനെ കുറിച്ചൊക്കെ ഈ ഇതിൽ പറയുന്നുണ്ട് ഈ വർക്കിൽ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് സെക്കൻഡറി ഇമാജിനേഷൻ എസംപ്ലാസ്റ്റിക്, ഇത് ശരിയാണോ നോക്കാം. കോളറിഡ്ജ് സൈഡ് സെക്കൻഡറി ഇമാജിനേഷൻ ഹാസ് എ സ്പെഷ്യൽ പവർ ഹി കോൾഡ് എസംപ്ലാസ്റ്റിക്. സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുണ്ട് എന്നാണ് ആള് പറയുന്നത്. ആള് പറഞ്ഞു അതിന് നമ്മൾ പറയുന്നതാണ് എസംപ്ലാസ്റ്റിക്. മീനിങ് എന്താണ് അതിന്റെ മീനിങ്? ബ്രിങ് ഡിഫറെന്റ് ഐഡിയാസ് ടുഗദർ ടു ക്രിയേറ്റ് സംതിങ് എൻറ്റയർലി ന്യൂ. കുറേ ഐഡിയാസിനെ ഒരുമിച്ച് കൊണ്ടുവരിക. എസംപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ യൂണിഫൈ ചെയ്യാന്നുള്ള മീനിങ് ആണ്. കുറേ ഐഡിയാസിനെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് പുതിയ ഒരു ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആട്ടോ. എസംപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. ഇനി ഫാൻസി എന്താണ്? ഇമാജിനേഷൻ എന്താണ്? ഫാൻസി വേഴ്സസ് ഇമാജിനേഷൻ. കോളേജ് സോ ഫാൻസി ആൻഡ് ഇമാജിനേഷൻ ആസ് ടു സെപ്പറേറ്റ് തിങ്സ്. കോളേജ് കണ്ടത് ഫാൻസി ഇമാജിനേഷൻ രണ്ട് സെപ്പറേറ്റ് തിങ്സ് ആണ്. നോട്ട് ജസ്റ്റ് സ്ട്രോങ്ങർ ഓർ വീക്കർ വേർഷൻ ഓഫ് ഈച്ച് അതർ. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും സ്ട്രോങ്ങോ വീക്കോ ഒന്നുമല്ല, പക്ഷെ രണ്ടും ഡിഫറെൻ്റ് ആണ്. ഫാൻസി ഇമാജിനേഷൻ ഡിഫറെൻ്റ് ആണ്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ക്രിയേറ്റീവ് ആൻഡ് ക്യാൻ ട്രാൻസ്ഫോം ഐഡിയാസ്. ഇമാജിനേഷൻ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആണ്. ഇമാജിനേഷൻ ക്യാൻ ട്രാൻസ്ഫോം ഐഡിയാസ്, പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇനി ഫാൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാൻസി സിംപ്ലി റീ അറേഞ്ചസ് തിങ്സ് വിതൗട്ട് ക്രിയേറ്റിംഗ് എനിത്തിങ് ന്യൂ. അപ്പം ഓൾറെഡി ഉള്ള സാധനങ്ങളെ റീ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഫാൻസിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. അതായത് ന്യൂ ആയിട്ടുള്ള ഒരു ഐഡിയാസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ ഉള്ള കാര്യങ്ങളെ റീ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഫാൻസിന്റെ ഡ്യൂട്ടി. മെയിനായിട്ട് ഇതൊന്നും നോക്കിയേക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 1 ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഐജസ് അഹമ്മദ് ഇൻ തിയറി works out relation between 3 entities. What are these entities? ഇൻ തിയറി എന്ന് പറഞ്ഞ വർക്കിൽ ഐജസ് അഹമ്മദ് മെയിൻ ആയിട്ട് പറയുന്നത് 3 എൻറ്റിറ്റീസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതേതാണ്? ഇതിലുള്ള 3 എൻറ്റിറ്റീസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ക്ലാസസ്, നേഷൻ, ലാംഗ്വേജ് അല്ല ലിറ്ററേച്ചർ ആണ്. അത് ചെറുങ്ങനെ മാറിപ്പോയതാണ്. അപ്പം ക്ലാസസ്, നേഷൻ,
ലിറ്ററേച്ചേഴ്സ്. അതാണ് ഇതിന്റെ ആൻസർ. ഈ 3 എൻറ്റിറ്റീസിനെ കുറിച്ചാണ് ഈ ബുക്കിൽ മെയിനായിട്ട് പറയുന്നത്. ഐജസ് അഹമ്മദ് 1941 ജനിച്ചതാണ്. ജസ്റ്റ് നോക്കിയേക്കാം. ഇന്ത്യൻ ഓഥറാണ്, മാർക്സിസ്റ്റ് സ്കോളറാണ്, കമ്മ്യൂണിസ്റ്റ് ആണ്, ആൾ കമ്മ്യൂണിസ്റ്റ് ആണ്. ഹിസ് ബെസ്റ്റ് നോൺ ബുക്സ് ഇൻക്ലൂഡ്, ബെസ്റ്റ് നോൺ ആയിട്ടുള്ള ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഇൻ തിയറി, ക്ലാസസ് നേഷൻ ലിറ്ററേച്ചേഴ്സ് പബ്ലിഷ്ഡ് ഇൻ 1992. ഇനി ലിനിയേജസ് ഓഫ് ദ പ്രസന്റ്, ഐഡിയോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ജീനിയോളജീസ് ഓഫ് കോണ്ടംപററി സൗത്ത് ഏഷ്യ 1996. ഇതാണ് അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക്സ്. ഇനി ഇൻ തിയറിയിൽ എന്താണ് ഐജസ് അഹമ്മദ് പറഞ്ഞത്? എക്സ്പ്ലോർസ് ഹൗ ക്ലാസ്, നേഷൻ ആൻഡ് ലിറ്ററേച്ചർ ആർ കണക്റ്റഡ്. എങ്ങനെയാണ് സോഷ്യൽ ക്ലാസും നേഷനും ലിറ്ററേച്ചറും മൂന്നും തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളത് എങ്ങനെയാണ് നോക്കാം. ആള് പറയുന്നത് ഒരു ലിറ്ററേച്ചർ, ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു മൂവി ഇപ്പം എടുത്ത് അല്ലെങ്കിൽ ഒരു നോവൽ ഇപ്പം എടുക്കുക. അപ്പം അത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കാതെ ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു മൂവി കാണാം. ആ മൂവിയിൽ ശരിക്കും നമ്മൾ ആ അന്നത്തെ ആ സോഷ്യൽ ക്ലാസ്സും ഏതാണ് ആ നേഷണൽ കോണ്ടെക്സ്റ്റ്, ആ നേഷന്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് ആ വർക്ക് അല്ലെങ്കിൽ ആ മൂവി കാണാൻ പറ്റുള്ളൂ എന്നാണ് ഐജസ് അഹമ്മദ് പറയുന്നത്. അതായത് ഈ ലിറ്ററേച്ചറും അതിൻ്റെ നേഷനും അതിൻ്റെ എന്താണ് ക്ലാസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് ആള് പറയുന്നത്. ഇത്ര ആളും സംഭവം. അതൊന്ന് വായിച്ചു നോക്കണേ നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു എഡിസൺ ഓൾ ദ ഐഡിയാസ് ആൻഡ് പ്ലഷേഴ്സ് ഓഫ് ദ ഇമാജിനേഷൻ ആർ പ്ലഷേഴ്സ് ഓഫ് വൺ സെൻസ്. വാട്ട് ഈസ് ദാറ്റ് സെൻസ്? അഡിസൺ പറയുന്നത് ഓൾ ഐഡിയാസ് ആൻഡ് പ്ലഷേഴ്സ് ഓഫ് ഇമാജിനേഷൻ ആർ പ്ലഷേഴ്സ് ഓഫ് വൺ സെൻസ്. അതേതാണ് ആ സെൻസ്? ഇതിലുള്ള ഏതാണ്? നമുക്ക് ഇമാജിനേഷൻ ചെയ്യുമ്പോൾ ഒരു പ്ലഷർ, അത് ഏതിലൂടെയാണ് ആ പ്ലഷർ കിട്ടുന്നത്? ഓക്കെ, ഏതിലൂടാണ്? അപ്പം ഇമാജിൻ ചെയ്യുക അല്ലെങ്കിൽ ഐഡിയാസ് ഫോം ചെയ്യുക എന്നൊക്കെ പറയുന്നേരം എന്തായാലും ടച്ച് അല്ല, ആ സെൻസ് ടച്ച് അല്ല, ടേസ്റ്റ് അല്ല. കാരണം ടച്ചിനെയും ടേസ്റ്റിനെയും കുറിച്ചൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഇമാജിനേഷൻ, ഐഡിയാസ് ഒക്കെയാണ്. സ്മെല്ലല്ല, അതെന്തായാലും അല്ല. ഫോർ സൈറ്റ്. അപ്പൊ ആൻസർ എന്താണ്? ഇമാജിനേഷൻ ഒക്കെ സൈറ്റ്, അതായത് വിഷൻ, സൈറ്റ്, എന്താണ് കാണുന്നത് അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഇതൊക്കെ ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്കാനുള്ളതാണ്. അപ്പോൾ ആൻസർ സൈറ്റ് ആയിരിക്കും. അക്കോർഡിംഗ് ടു ജോസഫ് അഡിസൺ ഓൾ പ്ലഷേഴ്സ് ഓഫ് ഇമാജിനേഷൻ കം ഫ്രം അവർ സെൻസ് ഓഫ് സൈറ്റ്. നമുക്ക് കിട്ടുന്ന, അതായത് നമ്മൾ ഇമാജിനേഷൻ, ആള് പറയുന്നത് നമുക്ക് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അതെന്തുകൊണ്ടാണ് നമുക്ക് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ട്, ഒന്നെങ്കിൽ മൂവി ആയിരിക്കാം അല്ലെങ്കിൽ ഓരോ പിക്ചേഴ്സ് ആയിരിക്കാം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ട് കാണുന്നു. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചർ സീൻസ് ഒക്കെ, നേച്ചറിന്റെ അടിപൊളി വ്യൂസ് ഒക്കെ നമ്മളിങ്ങനെ കാണുന്നു, ആസ്വദിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ന്യൂ ഐഡിയാസും അതുപോലെ തന്നെ നമുക്ക് ഇമാജിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് ഒക്കെ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നത്. അതുപോലെ തന്നെ അതിലൂടെ നമ്മളൊരു പ്ലഷർ, ഒരു സന്തോഷം കണ്ടെത്തുന്നു എന്നാണ് ആള് പറയുന്നത്. അപ്പൊ ആൻസർ, ഇതിന്റെ ആൻസർ സൈറ്റ് ആണ്. അടുത്തത്, ഹു എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ക്രിട്ടിക്? ഇതില് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ക്രിട്ടിക് അല്ലാത്തത് ആരാണ്? നോക്കൂ, ആരായിരിക്കും? നമ്മൾ പോസ്റ്റ് സ്ട്രക്ചറലിസം തിയറി പഠിച്ചതാണ്. അപ്പം ഡെറിഡ ഉണ്ട് പോസ്റ്റ് സ്ട്രക്ചറലിസം, റോളണ്ട് ബാർത്സ് ഉണ്ട്, പോൾ ഡി മാനും ഉണ്ട്. അപ്പം ഇതിൽ അല്ലാത്തത് ക്ലോഡ് ലെവി സ്ട്രോസ് ആണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് അല്ലാത്ത ക്രിട്ടിക്. അപ്പം ക്ലോഡ് ലെവി സ്ട്രോസ് ശരിക്കും ആരാ നോക്കാം. ക്ലോഡ് ലെവി സ്ട്രോസ് November 28, 1908 ആണ്. ജസ്റ്റ് നോക്കി വെക്കാം. വാസ് എ ഫ്രഞ്ച് ആന്ത്രോപോളജിസ്റ്റ് ആണ്. ആള് എന്താണ്? ഫ്രഞ്ച് ആന്ത്രോപോളജിസ്റ്റ്. എന്താണ് ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ? ഹ്യൂമന്റെ, അതായത് മനുഷ്യന്മാരെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് എന്ത്? ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഹി ഈസ് ബെസ്റ്റ് നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് സ്ട്രക്ചറൽ ആന്ത്രോപോളജി. ആള് ഫൗണ്ടർ ഓഫ് സ്ട്രക്ചറൽ ആന്ത്രോപോളജിന്റെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇതായിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ക്ലോഡ് ലെവി സ്ട്രോസ് ആണ്. ഇനി ആളുടെ വർക്ക്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദ എലമെന്ററി സ്ട്രക്ചേഴ്സ് ഓഫ് കിൻഷിപ്പ് 1949,
ട്രിസ്റ്റസ് ട്രോപ്പിക്കസ് 1955. സ്ട്രക്ചറൽ ആന്ത്രപ്പോളജി ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർക്ക് 1958. ദ സാവേജ് മൈൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് 1962. മിത്തോളജിക്സ് 1964 to 1971 4 വോളിയംസിലായിട്ടാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദ വേ ഓഫ് ദ മാസ്ക് ഇമ്പോർട്ടൻ്റ് ആണ് 1975. എന്തായാലും ആ വർക്ക്സ് ഒക്കെ ഒന്ന് നോക്കാം, പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡേറ്റ് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹെട്രോഗ്ലോസിയ റെഫേഴ്സ് ടു. എന്താണ് ഹെട്രോഗ്ലോസിയ? മൾട്ടിപ്ലിസിറ്റി ഓഫ് പ്ലേസ് ആണോ, മൾട്ടിപ്ലിസിറ്റി ഓഫ് വോയിസ് ആണോ, മൾട്ടിപ്പിൾ ഓതേഴ്സ് ആണോ, അല്ലെങ്കിൽ നൺ ഓഫ് ദ എബവ്? ഇതൊന്നും അല്ലേ. എന്താണ് ഹെട്രോഗ്ലോസിയ? എന്താണ് നോക്കാം. മൾട്ടിപ്ലിസിറ്റി ഓഫ് വോയിസസ് ആണ് ഹെട്രോഗ്ലോസിയ. ഹെട്രോഗ്ലോസിയ എന്ന് പറഞ്ഞ ടേം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നോക്കാം. ആരാണ്? ബക്തിൻ, മിഖായൽ ബക്തിൻ ആണ് ഈ വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഹെട്രോഗ്ലോസിയ. മിഖായൽ ബക്തിൻ. ഓക്കെ, ആളുടെ വർക്കാണ് ഏത്? പ്രോബ്ലംസ് ഓഫ് ദസ്തേവിസ്കിസ് പോയറ്റിക്സ് 1929. റബലൈസ് ആൻഡ് ഹിസ് വേൾഡ് 9. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ഇതിൽ ഓരോന്നൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ദ ഡയലോഗിക് ഇമാജിനേഷൻ 1989. കളക്ഷൻ ഓഫ് എസ്സേസ് ആണ്. സ്പീച്ച് ജോൺറസ് ആൻഡ് അതർ ലേറ്റ് എസ്സേസ് 1986. പോസ്റ്റുമസ് പബ്ലിക്കേഷൻ, അതായത് ആള് മരിച്ചിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ബക്തിൻ ആൻഡ് ദ ഹ്യൂമൻ സയൻസസ് 1990 പബ്ലിഷ് ചെയ്തത് പോസ്റ്റുമസ്ലി ആണ്. Here is the list of key terms introduced by Mikhail Bakhtin along with the works in which were they produced. നോക്കാം, ഇതൊക്കെ ബക്തിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. നോക്കാം. ഇപ്പൊ ഹെട്രോഗ്ലോസിയ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ കുറെ വേർഡ്സ് ആള് കോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഏത് വർക്കിലാന്ന് കൂടി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾ എന്തായാലും ഒരു 2-3 ക്വസ്റ്റ്യന് ബക്തിനായിട്ട് ബേസ് ചെയ്തിട്ട് എന്തായാലും ഉണ്ടാവും. മിഖായൽ ബക്തിൻ. ഓക്കെ, കാർണിവെൽസ്ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ റബലൈസ് ആൻഡ് ഹിസ് വേൾഡ്. റബലൈസ് ആൻഡ് ഹിസ് വേൾഡ് എന്ന് പറഞ്ഞ വർക്കിലാണ് ആ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1965. It describes a festive atmosphere that breaks social norms and hierarchies. അതായത് കാർണിവൽസ്കിൽ പറയുന്നത് എന്താണ്? ഇപ്പം ടിപ്പിക്കൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽസിനെയും ടിപ്പിക്കൽ ആയിട്ടുള്ള സോഷ്യൽ നോംസ്, കുറെ സോഷ്യൽ റൂൾസ് ഉണ്ടാവും, അതിനൊക്കെ ബ്രേക്ക് ചെയ്യുന്നതാണ് എന്ത്? കാർണിവൽസ്. ഇപ്പോൾ ഒരു പുവർ ആയിട്ടുള്ള മേന് കിങ് ആവുന്നു, കിങ് പുവർ ആയിട്ടുള്ള ആളാവുന്നു, അതിനാണ് എന്ത് പറയുന്നത്? കാർണിവൽസ്ക്. ഇനി ഡയലോഗിസം ഡിസ്കസ്ഡ് ഇൻ പ്രോബ്ലംസ് ഓഫ് ദസ്തവിസ്കിസ് പോയറ്റിക്സ് 1929 ആൻഡ് ഡയലോഗിക് ഇമാജിനേഷൻ. ഈ രണ്ടിലും ഈ ഡയലോഗിസം എന്ന് പറഞ്ഞിട്ടുള്ള ടേം കൊടുത്തിട്ടുണ്ട്. എന്താണ് ടേം? ദിസ് ടേം റെഫേഴ്സ് ടു ദ ഐഡിയ ദാറ്റ് മീനിങ് ഇസ് ക്രിയേറ്റഡ് ത്രൂ ഡയലോഗ് ആൻഡ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് വോയിസസ്. ഡയലോഗിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മീനിങ് ക്രിയേറ്റ് ചെയ്തത് ത്രൂ ഡയലോഗ്സ് കൂടാണ് മീനിങ് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ വോയിസസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുടെ ഇന്ററാക്ഷനും അങ്ങനെയാണ് മീനിങ് ഫോം ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പോളിഫണി, എന്താണ് പോളിഫണി? ഏത് വർക്കിലാണ്? പ്രോബ്ലംസ് ഓഫ് ദസ്തവിസ്കിസ് പോയറ്റിക്സിലാണ് 1929 പോളിഫണി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് കൊണ്ടുവരുന്നത്. പോളിഫണി എന്ന് പറഞ്ഞാൽ ദിസ് ടൈം ഡിസ്ക്രൈബ്സ് നോവൽസ് ദാറ്റ് കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് വോയിസ് ആൻഡ് പെർസ്പെക്റ്റീവ് റദർ ദാൻ ജസ്റ്റ് വൺ അതോറിറ്റേറ്റീവ് വോയിസ്. ഒരു വർക്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസസ്, അതാണ് എന്ത്? പോളിഫണി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് ഓതറിന്റെ മാത്രം ഐഡിയ അതിലില്ല, വർക്കിലില്ല. നേരെ മറിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ്, ഡിഫറെൻറ്റ് മീനിങ്, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ കാണുന്നു ഒരു വർക്കിനെ, അതിനാണ് നമ്മൾ പോളിഫണി എന്ന് പറയുന്നത്. ഇനി ക്രോണോടോപ്പ് എന്താന്ന് പറയുന്നുണ്ട്? ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡയലോഗിക് ഇമാജിനേഷൻ 1989 വർക്കിൽ പബ്ലിഷ് ചെയ്തതാണ് ക്രോണോടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ടൈം ആൻഡ് സ്പേസ് ഇൻ ലിറ്ററേച്ചർ. എങ്ങനെയാണ് ലിറ്ററേച്ചറിൽ ടൈമും സ്പേസും കണക്റ്റഡ് ആയിട്ടുള്ളത്, അതാണ് ക്രോണോടോപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി ഹെട്രോഗ്ലോസിയ നമ്മൾ പറഞ്ഞു. ദ ഡയലോഗിക് ഇമാജിനേഷൻ 1989 പറഞ്ഞാണ്. ദിസ് ടേം ഡിസ്ക്രൈബ്സ് ദ പ്രസൻസ് ഓഫ് മൾട്ടിപ്പിൾ വോയിസസ് ആൻഡ് ലാംഗ്വേജസ് വിത്തിൻ എ സിംഗിൾ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിൽ മൾട്ടിപ്പിൾ വോയിസസ് ഓർ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് വരികയാണ്, മൾട്ടിപ്പിൾ സ്ലാങ്സ് ഒക്കെ വരികയാണ്, അതാണ് എന്ത്? ഹെട്രോഗ്ലോസിയ. പ്രസൻസ് ഓഫ് മൾട്ടിപ്പിൾ വോയിസസ് ആൻഡ് ലാംഗ്വേജസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ
ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ലാംഗ്വേജ് ആയിരിക്കും, അതായത് ഒരു സ്ലാങ് ആയിരിക്കും യൂസ് ചെയ്യുക. പുറത്തുനിന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് സംസാരിക്കുക അല്ലേ, അച്ചടി ഭാഷയിലാണ് നമ്മൾ സംസാരിക്കുക. അപ്പം ഇവിടെ ഒരു ഡിഫറെൻറ്റ് നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ അതിനൊക്കെ നമ്മൾ പറയുന്നതാണ് എന്ത്, ഹെട്രോഗ്ലോസിയ. മനസ്സിലായോ? ഡിഫറെൻറ്റ് എന്താണ്, മൾട്ടിപ്പിൾ വോയിസസ് ആൻഡ് ലാംഗ്വേജസ് വിത്തിൻ എ സിംഗിൾ ടെക്സ്റ്റ് ഹൈലൈറ്റിംഗ് ദ ഡൈവേഴ്സിറ്റി ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്. ഇനി സ്പീച്ച് ജേണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്പീച്ച് ജേണേഴ്സ് ആൻഡ് അതർ ലൈറ്റ് എസ്സേസ് എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേയിലാണ്. സ്റ്റെം റെഫേഴ്സ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. ഇത് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത്ര ആളും ഈ എല്ലാ ടേംസും പഠിക്കണം. ഈ ടേംസ് ഏത് വർക്ക്സിലാണ് പബ്ലിഷ് ചെയ്തതെന്ന് പഠിക്കണം. ആ വർക്ക്സിൻ്റെ ഡേറ്റ് പഠിക്കണം. ഇതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇതൊക്കെ പഠിക്കുക. അപ്പം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം ഇംഗ്ലീഷ് ദിശയെക്കുറിച്ച് നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, നമ്മളെല്ലാം പറഞ്ഞു തരും. ആ ഡയറക്ഷനിൽ നിങ്ങൾ പോകുക. ഓക്കെ, എല്ലാവർക്കും നല്ല നല്ല യൂണിവേഴ്സിറ്റീസിൽ വലിയ ക്യാമ്പസുകളിൽ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും നല്ലോണം പഠിക്കുക, നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ തരുന്നുണ്ട്, അത് പഠിക്കുക. അതിൻ്റെ ഓരോ വർക്ക്സിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് തരുന്നുണ്ട്. നമ്മൾ തരുന്ന സാധനം തന്നെ നോക്കുക, എന്നിട്ട് ധൈര്യമായിട്ട് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും നിങ്ങളുടെ ഡ്രീം യൂണിവേഴ്സിറ്റീസിൽ കിട്ടട്ടെ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.